ഒറ്റ മിനിറ്റ് കൊണ്ട് എങ്ങനെ ബീൻസ് തോരൻ ഉണ്ടാക്കാൻ കേട്ടോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ 250 ഗ്രാം ബീൻസ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1/4 മുറി നാളികേരം, ഒരു ചെറിയ സവാള, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പാവശ്യത്തിന്, 1 സ്പൂൺ ഇടിച്ച മുളക്, അല്പം കറിവേപ്പില, പിന്നെ 2 വെളുത്തുള്ളി, 4 പച്ചമുളക്, ചെറിയ പച്ചമുളകാണ് കേട്ടോ, അതാണ് 4 എടുത്തിട്ടുള്ള. ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുപ്പ് കത്തിക്കുക, പാൻ വെക്കുക. പാൻ ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക. എന്നിട്ട് എണ്ണ മൂക്കുമ്പോൾ അതിലേക്ക് കടുക് ഇടുക. കടുക് ഇങ്ങനെ പൊട്ടലും ചീറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ശരി സെറ്റാകുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും ഇട്ട് ഒന്ന് ഇളക്കുക. എന്നിട്ട് പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് ഒന്നും കൂടിയും ഇളക്കുക. ഒന്ന് നോക്കുമ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും അടിച്ച മുളകും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ അല്പം മൂക്കുമ്പോൾ അതിലേക്ക് ആ ചിരകി വെച്ച നാളികേരം കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയാണ്ട് യോജിപ്പിക്കുക. നാളികേരം മൂക്കുമ്പോൾ ഒരു ചെറിയൊരു നല്ലൊരു സ്മെല്ലൊക്കെ വരും. ആ മണം വരുമ്പോൾ അപ്പോൾ അതിലേക്ക് മറ്റേ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ബീൻസും കൂടി ഒന്നിട്ട്, നാളികേരം നന്നായി കറുക്കാനൊന്നും നിൽക്കരുത് കേട്ടോ, ചെറുതായിട്ടൊന്ന് മൂക്കാനേ പാടുള്ളൂ, ചെറുതായിട്ടൊന്ന് വാടാൻ മാത്രമേ പാടുള്ളൂ. അപ്പം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ബീൻസും കൂടി ഇട്ടിട്ട് നല്ലപോലെ യോജിപ്പിക്കുക. എന്നിട്ട് അങ്ങോട്ട് മൂടി വെച്ച് വേവിക്കുക. ഇളക്കി നല്ല സെറ്റാക്കിയതിന് ശേഷം ഒന്ന് ഉപ്പ് നോക്കിക്കോളൂ. ഉപ്പ് അങ്ങനെ കുറവുണ്ടെന്ന് വെച്ചാൽ ഉപ്പ് ആവശ്യത്തിന് കുറച്ചും കൂടി അങ്ങോട്ട് ഇടാം. അതിന് ശേഷം അങ്ങോട്ട് മൂടി വെച്ച് വേവിക്കുക. ആ മൂടി വെച്ച് വേവിച്ച് സാധനം ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കിക്കോളോട്ടോ, അല്ലാതെ അടിയിൽ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തോളാം. തീരെ വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റാ പോവും, ആകെ വാടിക്കുറഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ വെള്ളം ഒഴിക്കണ്ട, നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് അങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് വാട്ടിയെടുക്കുക. പിന്നെ ഒരു കാര്യം, പച്ചക്കറി ഒരു സാധനം അരിഞ്ഞതിന് ശേഷം കഴുകാൻ പാടില്ല കേട്ടോ. അരിയുന്നതിന് മുമ്പ് കഴുകിയിട്ട് വേണം അരിയാനായിട്ട്. അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിച്ചോളോ. കാര്യം നീ അറിഞ്ഞില്ല പറഞ്ഞില്ല എന്ന് വേണ്ട. അങ്ങനെ 1-2 പ്രാവശ്യം തുറന്ന് ഇളക്കലും പിടിക്കലൊക്കെ കഴിയുമ്പോഴേക്കും സാധനം എന്തുണ്ടാവും. പിന്നെ അധികം പണിയൊന്നും ആവശ്യമില്ല, അധികം കാര്യങ്ങളൊന്നുമില്ല. സിമ്പിൾ സാധനമാണ്. 1 മിനിറ്റ് 2 മിനിറ്റിനുള്ളിൽ പരിപാടി തീരും, എല്ലാ സാധനങ്ങളും കൂടി ഉണ്ടെങ്കിൽ. പിന്നെ ഇതിൽ വേണമെങ്കിൽ ആവശ്യമില്ലാത്ത സാധനമൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്തും കളയാട്ടോ. അല്ലാണ്ട് ഇപ്പം എല്ലാ സാധനവും ഇട്ടാൽ മാത്രമേ സൂപ്പറൊന്നൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, അല്ലാതെ ഇപ്പം ഞാൻ ഇടാനൊന്നും പോവില്ല കേട്ടോ, അതും കൂടി ഓർത്തോ. അങ്ങനെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് സാധനം സെറ്റായി കഴിഞ്ഞാൽ മൂടി വയ്ക്കുക. നമുക്കിത് കഞ്ഞിയാ ചോറ ചപ്പാത്തിയാ എല്ലാത്തിൻ്റെ കൂടെയും സൂപ്പറാണ്.